മിസ്സാണ്. അപ്പോൾ മിസ് വളരെ എക്സൈറ്റഡ് ആണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. എന്താ കാര്യം എന്നറിയോ, നിങ്ങൾ പഠിച്ചൊക്കെ തുടങ്ങി അല്ലേ? നമ്മുടെ ബേസിക് സയൻസ് എടുത്താൽ നിങ്ങൾക്ക് അതിൽ ഫിസിക്സ് പഠിക്കാനുണ്ട്, കെമിസ്ട്രി പഠിക്കാനുണ്ട്, ബയോളജി പഠിക്കാനുണ്ട് അല്ലേ? അപ്പോൾ ആകെ കൂടെ എൻ്റെ കുഞ്ഞു മക്കളാണ് 7ാം ക്ലാസ്സിൽ നിന്ന് നിങ്ങൾ 8ിലോട്ട് കയറിയതേ അല്ലേ? വലിയ 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 കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തരുന്നത്. ഇപ്പൊ തന്നെ നിങ്ങളുടെ കിളിയൊക്കെ പോയിട്ട് അല്ലേ, കിളി പോയി എന്ന് പറഞ്ഞിരിക്കുകയായിരിക്കും അല്ലെ. അതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് നമ്മുടെ സൈലം ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അതായത് മക്കളെ, നമ്മുടെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്താ? പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ അഥവാ പദാർത്ഥ സ്വഭാവമാണ് അല്ലെ. ഈ ഒരു ചാപ്റ്ററിനെ 2 വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് തരും. അതെങ്ങനെ ഉണ്ടാവും? മുഴുവൻ ചാപ്റ്ററും ഒരു ടോപ്പിക്ക് പോലും സ്കിപ്പ് ആവാതെ എല്ലാ ടോപ്പിക്കുകളും ഡിസ്കസ് ചെയ്തുകൊണ്ട് മുഴുവൻ ചാപ്റ്ററിനെയും 2 വീഡിയോസ് ആക്കി നിങ്ങളുടെ കയ്യിലേക്ക് തരാനായിട്ട് പോവുകയാണ് അല്ലേ. അപ്പോൾ എക്സാം ഒക്കെ, ഓണം എക്സാം സെപ്റ്റംബറിലാണുള്ളത് അല്ലേ, വളരെ കുറച്ച് സമയമുള്ളൂ. അപ്പം ഓണം എക്സാമിന് വേണ്ടിയിട്ടായിക്കോട്ടെ, എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നാൽ ഈ ഒരു വീഡിയോ മാത്രം നിങ്ങൾക്ക് കണ്ടാൽ മതി. സോ വളരെ ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നതിന് വേണ്ടിയിട്ട്. അപ്പം മക്കളെ, വീഡിയോയിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. എന്താ? നമ്മുടെ യോധ ബാച്ചിനെ പറ്റിയിട്ടാണ്. നിങ്ങൾക്കറിയാം, ഒരുപാട് മക്കളെ ഓൾറെഡി നമ്മുടെ യോധ ബാച്ചിന്റെ പാർട്ടായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം, നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് നിങ്ങൾക്ക് യോധ ബാച്ചിൽ ക്ലാസ് എടുക്കുന്നത്. ഇനി നമ്മുടെ യോധ ബാച്ച് എടുത്തു കഴിഞ്ഞാൽ അതേപോലെ തന്നെ മക്കൾ, ഇപ്പം നമ്മൾക്കൊരു പനി വന്നാലൊക്കെ അല്ലെ, ട്യൂഷൻ ക്ലാസ്സിലായാലൊക്കെ മിസ് ചെയ്യും. പനി വന്ന് എന്തെങ്കിലും ഫാമിലി ഫംഗ്ഷൻ വന്നോ പോകാൻ പറ്റൂല. പിറ്റേ ദിവസം വരുമ്പോൾ നമ്മുടെ കിളി പോകും. കാര്യം തലേ ദിവസം പഠിപ്പിച്ച് എന്താന്ന് നമുക്ക് അറിയില്ല അല്ലെ. ആ ഒരു പ്രോബ്ലം ഒക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ റെക്കോർഡഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ ആപ്പിനുള്ളിൽ ലഭിക്കുക. അപ്പൊ ഏത് ടോപ്പിക്കാണോ ഡൗട്ട് വരുന്നത്, എപ്പോ വേണമെങ്കിലും നിങ്ങൾക്കിത് എടുത്ത് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല, അപ്പോൾ ലൈവ് ക്ലാസ്സും ഉണ്ടാവും മക്കളെ. ഡെയിലി ലൈവ് ക്ലാസ്സും റെക്കോർഡ് കണ്ടന്റ്സും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ഒരുപാട് ഡൗട്ട്സ് വരും. ചെറിയ ഡൗട്ട് ആയിക്കോട്ടെ, വലിയ ഡൗട്ട് ആയിക്കോട്ടെ, എങ്ങനെയുള്ള ഡൗട്ട് ആയിക്കോട്ടെ മക്കളെ, നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യുന്നത് തരുന്നതിന് വേണ്ടിയിട്ട് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ടാവും. ഇനി അതേപോലെ തന്നെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ആ ചാപ്റ്ററിൻ്റെ എക്സാം ഉണ്ടാവും. ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു ഓൾറെഡി. ഇപ്പം നമ്മുടെ യോധ ബാച്ചിലെ കുട്ടികളുടെ അടുത്ത് ചോദിച്ചാൽ അറിയാം, ഓരോ ചാപ്റ്റർ എൻ്റെ മക്കൾ പഠിക്കുമ്പോഴും ആ ചാപ്റ്റർ കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾ അതിൻ്റെ യൂണിറ്റ് ടെസ്റ്റ് എഴുതും. അപ്പോൾ ഒരു റിവിഷൻ ആയല്ലേ. ഇനി യൂണിറ്റ് ടെസ്റ്റ് കഴിഞ്ഞാൽ അതിൻ്റെ ലൈവ് ആയിട്ടുള്ള ആൻസർ ഡിസ്കഷൻ ഉണ്ടാവും. ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്നത് വെറുതെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ എടുത്തിട്ടല്ല. വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള, നിങ്ങളുടെ പബ്ലിക് എക്സാമിനൊക്കെ വരാൻ ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും നമ്മളിവിടെ കൊടുക്കുന്നുണ്ടാവുക. ഇനി അതേപോലെ ഓരോ ക്ലാസ് കഴിയുമ്പോഴും അതിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതേപോലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. ഇനി ജനറൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഉണ്ടാവും. അങ്ങനെ പറഞ്ഞാൽ തീരാത്തത്രയാണ് നമ്മുടെ യോധ ബാച്ചിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇത്രയും ഫീച്ചേഴ്സ് നിങ്ങൾക്ക് എത്ര രൂപയ്ക്കാണ് കിട്ടുന്നതെന്നറിയോ? ഒരു മാസം 2499 രൂപയ്ക്ക്. ഒരു മാസം അല്ല കേട്ടോ, ഒരു വർഷമാണ്. അപ്പൊ ആദ്യം വിചാരിക്കാൻ മിസ് ഒരു മാസത്തേക്കാണ്. നോ, ആകെ ഒരൊറ്റ തവണ നിങ്ങൾ ഈ പൈസ കൊടുത്താൽ മതി. ഈ 2500 രൂപ ഒരു തവണ നിങ്ങൾ കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾ പൈസ കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഇവിടെ ഞാനും ഉണ്ട്. നിങ്ങൾക്ക് കാണാം അല്ലേ, നിൽക്കുന്നു നമ്മുടെ എ ഡി സാറിൻ്റെ ഒപ്പുറത്ത് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാ ടീച്ചേഴ്സും തന്നെയാണ് നിങ്ങളെ ഇവിടെ പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ മക്കളെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇനി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനൊക്കെ ഈ സ്ക്രോളിൽ നിങ്ങൾക്ക് നമ്പർ കാണാം, അതിലൊന്ന് കോൺടാക്ട് ചെയ്യുക. മിസ് ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് തരാം, യോധ ബാച്ചിൽ നിങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ചേരുന്നത് ഒരിക്കലും വെറുതെ ആവില്ല, അത് വർത്ത് ആയിരിക്കും. ഇത് മിസ്സിന്റെ പ്രോമിസ് ആണ്. യെസ്, അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് ബിഗിൻ. നമുക്ക് തുടങ്ങിയാലോ? യെസ് മക്കളെ, ഇപ്പോൾ നിങ്ങളോട് ഞാൻ പറയാതാ ഈ പടത്തിലോട്ടൊന്ന് നോക്കിക്കേ. ഈ പടം എടുത്താൽ എന്ത് ഭംഗിയാണ് അല്ലേ, എന്ത് രസമാണ് ഈ സ്ഥലം കാണാനായിട്ട്. അപ്പം മിസ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ കോട്ടയം ജില്ലയിൽ പോയപ്പോൾ എടുത്തൊരു ഫോട്ടോ ആണ് കേട്ടോ. ഈ പടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ വസ്തുക്കളെ കാണാൻ സാധിക്കും. മരമുണ്ട്, പുഴയുണ്ട്, പിന്നെ ആകാശമുണ്ട്, പിന്നെ അവിടെ എന്തായാലും കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസും ഓക്സിജൻ ഗ്യാസും ഒക്കെ ഉണ്ടാകും. നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ അല്ലേ. ഇങ്ങനെ പലതരത്തിലുള്ള വസ്തുക്കൾ ഈ ഒരു പടത്തിൽ തന്നെയുണ്ട്. അപ്പം അതേപോലെ ബേസിക്കലി നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഒബ്ജക്റ്റുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഇവരൊക്കെ ഒരേപോലെയാണോ? മരവും പുഴയും ഒരേപോലെയാണോ? അല്ല. മരം എന്ന് പറയുന്നത്
നല്ല സോളിഡ് ആയിട്ടിരിക്കുന്ന ആളാണ് അല്ലെ. പുഴയെന്ന് പറയുന്നത് ഇങ്ങനെ ഒഴുകി 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 നടക്കുന്ന ഒരു ലിക്വിഡ് ആണ്. ഇനി നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന ഓക്സിജനും റിലീസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ എന്താ? ഗ്യാസസ് ആണ്. സോ നമുക്ക് ചുറ്റും പലതരത്തിൽ നമുക്ക് പദാർത്ഥങ്ങളെ കാണാൻ സാധിക്കും അല്ലെ, ഒബ്ജക്റ്റുകളെ കാണാൻ സാധിക്കും. ഏതൊക്കെ സ്റ്റേറ്റിലാ, ഏതൊക്കെ അവസ്ഥകളിലാ നമുക്ക് കാണാനായിട്ട് സാധിക്കാം? സോളിഡ് സ്റ്റേറ്റിൽ കാണാം, ഇനി ലിക്വിഡ് സ്റ്റേറ്റിൽ കാണാം, അതേപോലെ തന്നെ ഗേഷ്യസ് സ്റ്റേറ്റിൽ കാണാനായിട്ട് സാധിക്കും. ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും വാതകാവസ്ഥയിലും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ മിസ് പറഞ്ഞു നമ്മുടെ വെള്ളം എന്ന് പറയുന്നത് ആരാ? യെസ്, ലിക്വിഡ് ആണ് അല്ലേ. ഇനി നല്ല ഒരു കേക്ക്, നല്ല ചോക്ലേറ്റ് കേക്ക്. ഈ ചോക്ലേറ്റ് കേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവന് നല്ല ഒരു ഷേപ്പ് ഒക്കെ ഉണ്ട് അല്ലേ, നല്ല ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ഒക്കെ ഉണ്ട്, ശരിയല്ലേ? അപ്പൊ ഇവൻ ആരാ? ഇവനൊരു സോളിഡ് ആണ്. ഇനി നമ്മുടെ ഗ്യാസസ് എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഡെഫിനറ്റ് ആയിട്ടുള്ള ഷേപ്പ് ഉണ്ടോ? കൃത്യമായിട്ടുള്ള ഒരു ആകൃതി ഉണ്ടോ? ആകൃതിയൊന്നും ഇല്ല. അപ്പൊ ഇവര് ഗ്യാസസ് അഥവാ വാതകങ്ങളാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ അപ്പൊ ഇവരെയൊക്കെ കൂടെ ജനറലി നമ്മൾ എന്താ പറയാ? നമുക്ക് ചുറ്റും നോക്കിയാല് സോളിഡ്സിനെ കാണാം, ലിക്വിഡ്സിനെ കാണാം, ഗ്യാസസിനെ കാണാം അല്ലെ. ഇവരെയൊക്കെ ഒന്നിച്ച് നമുക്കൊരു പേര് വിളിച്ചൂടെ? പേര് വിളിക്കാൻ പറ്റുമോ? പേര് വിളിക്കാനായിട്ട് പറ്റും. അപ്പോ അതെന്താണെന്നറിയോ? എന്റെ പേര് വിളിക്കാന്നറിയോ? വെരി ഗുഡ്. ഇവരെയൊക്കെ നമുക്ക് ചുറ്റുമുള്ള കാണുന്ന എല്ലാ വസ്തുക്കളെയും നമുക്കൊരു പേര് വിളിക്കാം. മാറ്റർ അഥവാ പദാർത്ഥം എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ നേരത്തെ നമ്മൾ കണ്ട നമ്മൾ കണ്ട മരങ്ങൾ അല്ലെ ഒരു മാറ്റർ ആണ്. ഇനി നമ്മൾ കണ്ട പുഴ ഒരു മാറ്റർ ആണ്. നമ്മുടെ ബ്രീത്ത് ചെയ്യുന്ന ഓക്സിജൻ ഒരു മാറ്റർ ആണ്, ഒരു പദാർത്ഥമാണ് അല്ലെ. അപ്പൊ ഇവരെയൊക്കെ ചേർത്ത് നമുക്ക് മാറ്റർ എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ എന്താണ് ഒരു മാറ്ററിന്റെ പ്രത്യേകത? ഇങ്ങനെ വെറുതെ അങ്ങ് പറഞ്ഞാൽ മതിയോ? മാറ്ററിനൊരു ഡെഫിനിഷൻ കൊടുക്കണ്ടേ? ഒന്ന് പ്രസ്താവിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് പറയണ്ടേ? അപ്പൊ മക്കളെ, ഇപ്പൊ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഈ ബോട്ടിൽ കാണിക്കാം. ഈ ബോട്ടിൽ എടുത്താല് മിസ്സിന് ഈ ബോട്ടിൽ ഇവിടെ വെക്കണം. ഈ ബോട്ടിൽ എനിക്ക് ഇങ്ങനെ ഇവിടെ വെക്കണമെങ്കിൽ ഇവിടെ കുറച്ച് സ്ഥലം വേണ്ടേ? സ്ഥലം ഇല്ലെങ്കിൽ എനിക്ക് വെക്കാൻ പറ്റുമോ? ഇവിടെ പറ്റില്ല അല്ലേ, പറ്റില്ല. അപ്പോ ഞാൻ പറയും ഈ ബോട്ടിൽ ഇവിടെ ഇരിക്കണമെങ്കിൽ കുറച്ച് സ്ഥലം വേണം. ഇത് ഓക്യുപൈ സ്പേസ് എന്ന് പറയാം. ഇനി ഇതിന് ഭാരമുണ്ടോ? ഇപ്പൊ ഞാനാണ് പിടിച്ചു നോക്കുന്നതുകൊണ്ട് എനിക്ക് പറയാം ഈസി ആയിട്ട്, ഇതിന് ഭാരമുണ്ട് അല്ലെ. അപ്പൊ മക്കളെ, ബേസിക്കലി മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ബേസിക്കലി ഇതൊരു മാറ്റർ അല്ലേ, ഇതൊരു മാറ്റർ ആണ് മക്കളെ. അപ്പൊ മാറ്റർ എന്ന് പറഞ്ഞാൽ എനിത്തിങ് ദാറ്റ് ഹാസ് മാസ് ആൻഡ് ഓക്യുപൈ സ്പേസ്. ഓക്കെ, ഭാരമുള്ള, ഇരിക്കാൻ സ്ഥലം ആവശ്യമായ എല്ലാ വസ്തുക്കളെയും നമുക്ക് പദാർത്ഥം എന്ന് പറയാം. നോക്കിക്കോ മക്കളെ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു മാറ്റർ ആണോ? നിങ്ങളൊരു മാറ്റർ ആണോ? നിങ്ങളൊരു പദാർത്ഥമാണോ? നിങ്ങൾക്ക് ഇരിക്കണമെങ്കിൽ സ്ഥലം വേണം. അപ്പൊ നിങ്ങളൊരു മാറ്റർ ആണ്. മിസ് ഒരു മാറ്റർ ആണോ? യെസ്, മിസ്സിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് അല്ലെ. മിസ് ഓക്യുപൈ സ്പേസ്. ഇവിടെ സ്ഥലം ഇല്ലെങ്കിൽ ഇങ്ങനെ നിന്ന് ക്ലാസ് എടുക്കാൻ മിസ്സിനെ കൊണ്ട് സാധിക്കില്ല. ഓക്കെ, അപ്പൊ നമ്മളൊക്കെ ഒരു മാറ്റർ ആണ് അല്ലെങ്കിൽ പദാർത്ഥമാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി ഞാൻ പറയാണ്, ഈ മാറ്റർ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഉണ്ടായി വന്നത് അല്ലെ. ഇപ്പൊ നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അല്ലെ, കോഴിയാണോ മുട്ടയാണോ ഉണ്ടായി വന്നതെന്ന് ചോദിക്കും അല്ലെ. അപ്പൊ എന്താണ് ആ ചോദ്യത്തിന്റെ ഉത്തരം? എന്താണ് ഉത്തരം ഇതുവരെയും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതേപോലെ ഞാൻ ചോദിക്കുകയാണ്, ഈ മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്ന ആരെ കൊണ്ടാ? മാറ്റർ ഉണ്ടായി തന്നെയാണോ വന്നത്? മക്കളെ, അതിനൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് നമുക്ക് നോക്കാം. ഇപ്പൊ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് അതിലേക്ക് പഞ്ചസാര നമ്മൾ കലക്കി വെച്ചു. ഇനി നമ്മൾ ആ വെള്ളം ഒന്ന് കുടിച്ചു നോക്കി. നമുക്ക് എന്തറിയാൻ പറ്റും? മധുരം അറിയാനായിട്ട് പറ്റൂ അല്ലെ. സ്വീറ്റ് ആയിരിക്കും ഈ വാട്ടർ എന്ന് പറയുന്നത്. അപ്പൊ വെള്ളത്തിനുള്ളില് പഞ്ചസാരയുണ്ട് അല്ലെ, അതുകൊണ്ടാണ് സ്വീറ്റ്നെസ്, മധുരം നമുക്ക് അറിയാൻ പറ്റിയത്. പക്ഷേ ഈ പഞ്ചസാരേനെ നമുക്ക് കാണാൻ സാധിക്കുമോ? പഞ്ചസാരേനെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഇനി അതേപോലെ തന്നെ ഞാൻ കുറച്ച് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് എടുത്തു. ഈ പൊട്ടാഷ്യം പെർമാംഗനേറ്റിന് 2-3 തരി മാത്രം കേട്ടോ ഞാൻ ഒരു ബീക്കറിലെ വെള്ളത്തിലേക്ക് ഇടുകയാണ് കേട്ടോ. പൊട്ടാഷ്യം പെർമാംഗനേറ്റിന് നല്ല ഭംഗിയുള്ള പർപ്പിൾ കളറാണ്, വയലറ്റ് കളറാണ്. ഓക്കെ, അപ്പൊ വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതിന് നല്ല ഭംഗിയുള്ള ഒരു പർപ്പിൾ കളറായിട്ട് വെള്ളം മാറും. ഇങ്ങനെ മാറും. അപ്പൊ ഈ വെള്ളത്തിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ, നമുക്ക് ഇവിടെ കളറ് കാണാം. കളറുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വെള്ളത്തിനുള്ളിൽ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഉണ്ട്.
പക്ഷേ ഇതിനുള്ളിൽ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് വേറെ ആരെങ്കിലും നമുക്ക് കാണാൻ സാധിക്കോ? കാണാൻ സാധിക്കില്ല അല്ലെ. അപ്പൊ മക്കളെ നമുക്ക് പറയാം, ഓരോ മാറ്റർ, പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഒരു മാറ്ററാണ്, വാട്ടർ ഒരു മാറ്ററാണ്, പഞ്ചസാര ഒരു മാറ്ററാണ് അല്ലെ. ഇതേപോലെ ഏത് മാറ്റർ എടുത്താലും ഓരോ മാറ്ററിനെയും നിർമ്മിച്ചിരിക്കുന്നത് അതിസൂക്ഷ്മ കണികകൾ, വെരി ടൈനി 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 സ്മോൾ പാർട്ടിക്കിൾസ് കൊണ്ടാണ് എന്ന് പറയാൻ സാധിക്കും. ദീസ് പാർട്ടിക്കിൾസ്, ഈ പാർട്ടിക്കിൾസ് എടുത്താൽ അവർ ഭയങ്കര ചെറുതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇവരെ നേക്കഡ് ഐസ്, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്തത്. ഓക്കെ, അപ്പൊ ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്, ആരെ കൊണ്ടാണ് മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത്? മാറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ് ഡാഷ്. നമ്മൾ എന്ത് പറയും? മാറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾസ്. അതിസൂക്ഷ്മ കണികകൾ കൊണ്ടാണ് പദാർത്ഥങ്ങളെ നിർമ്മിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അല്ലെ. ഇനി ഓരോ കണികകൾ, ഓരോ പാർട്ടിക്കിൾസ് എടുത്താലും ഇറ്റ് ഈസ് നോട്ട് വിസിബിൾ ടു നേക്കഡ് ഐ അല്ലെ. നഗ്നനേത്രം, നഗ്നനേത്രം എന്ന് പറഞ്ഞാൽ ദാ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല എന്ന് പറയാം. ഇനി ഈ ഓരോ പാർട്ടിക്കിൾ എടുത്താലും ഈ ഓരോ പാർട്ടിക്കിളിനും ആ മാറ്ററിന്റെ മുഴുവൻ സ്വഭാവം ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ ഒരു തുള്ളി പഞ്ചസാരയാണ് ഇടുന്നതെങ്കിലും വെള്ളത്തിന് മധുരം വരും, ശരിയല്ലേ? ആ പറഞ്ഞ ഒരു പാർട്ടിക്കിൾ എടുത്താൽ ആ പാർട്ടിക്കിളിന് പഞ്ചസാരയുടെ എല്ലാ ഗുണങ്ങളും എല്ലാ സ്വഭാവങ്ങളും ഉണ്ടാകും എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ എന്താണ് മാറ്റർ എന്നും മാറ്ററിന് 3 സ്റ്റേറ്റുകൾ ഉണ്ട് എന്നും മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് പാർട്ടിക്കിൾസ് അഥവാ കണികകളെ കൊണ്ടാണ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സെറ്റാണോ? സെറ്റാണെങ്കിൽ മിസ്സിന് ഒരു ഹൈഫൈ തന്നെ, ഒരു ഹൈഫൈ. യെസ്, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ മക്കളെ, ഈ പാർട്ടിക്കിൾസിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് പഠിക്കണം. എന്തൊക്കെയാണ് ഈ പറഞ്ഞ പദാർത്ഥങ്ങളിലെ കണികകളുടെ സ്വഭാവം? ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളെ ക്ലാസ് റൂമിൽ ഇരിക്കുകയാണ്. അപ്പോൾ പറയും, എൻ്റെ പൊന്നു മിസ്സേ 4 മണി വരെ അവിടെ എങ്ങനെയായിരിക്കുമെന്ന് ഞങ്ങൾക്കേ അറിയുള്ളൂ, വീണ്ടും വന്ന് ഞങ്ങളെ അത് ഓർമ്മിപ്പിക്കുകയാണോ എന്ന് ചോദിക്കും അല്ലേ. കുറച്ചും കൂടെ ഒരു പ്രാവശ്യം കൂടെ ഒക്കെ നമുക്ക് ഓർക്കാം. ഓക്കെ, നല്ല മെമ്മറീസ് മാത്രം ഓർത്താൽ മതി. നിങ്ങളുടെ ക്ലാസ് റൂമിൽ നമ്മൾ ക്ലാസ് റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ ആ ക്ലാസ് റൂമിനെ നിങ്ങളൊരു മാറ്ററായിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഒരു പദാർത്ഥമായിട്ട് കൺസിഡർ ചെയ്യുക. അതിനുള്ളിൽ ഇതേപോലെ ഇരിക്കുന്ന ഓരോ മിടുക്കന്മാരും മിടുക്കികളുമാണ് അതിലെ കണികകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ആരാ? നിങ്ങൾ ഓരോരുത്തരും ക്ലാസ് റൂം എന്ന് പറയുന്ന മാറ്ററിലെ ആ ഒരു പദാർത്ഥത്തിലെ കണികകളാണ്, പാർട്ടിക്കിൾസ് ആണ്. ഇനി നോക്കിക്കേ, നിങ്ങൾ ഇങ്ങനെ ഇരിക്കുക, ബെഞ്ചിൽ ഇരിക്കുക കേട്ടോ. ബെഞ്ചിലിരിക്കുക, നിങ്ങൾ നോക്കിക്കേ, ഇതൊരു പാർട്ടിക്കിളാണ്, ഇതൊരു പാർട്ടിക്കിളാണ് അല്ലെ. ഈ 2 പാർട്ടിക്കിൾ തമ്മിൽ എന്തുണ്ട്? ഈ 2 പാർട്ടിക്കിൾസ് തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് അല്ലെ, കുറച്ച് അകലമുണ്ട് എന്ന് പറയാം. അപ്പൊ ഒന്നാമത്തെ പോയിന്റ്, കണികകൾ തമ്മിൽ അകലമുണ്ട്. there is some distance between particles. ഓരോ പാർട്ടിക്കിൾസ് എടുത്താലും അവർ തമ്മിൽ കുറച്ച് അകലമുണ്ട്, കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. ശരി, ഇനി PT പീരീഡാ, ബെല്ലടിച്ചു. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളിങ്ങനെ വെറുതെ അനങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കോ? ഇല്ല, നമ്മൾ മൂവ് ചെയ്യാൻ തുടങ്ങും. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും മൂവ് ചെയ്തോണ്ടായിരിക്കും അല്ലെ. സോ ഈ പറഞ്ഞ നിങ്ങൾ ഓരോരുത്തരുമാരാ പാർട്ടിക്കിൾസ് ആണ്. അപ്പോ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യും, അവർക്ക് ചലന സ്വാതന്ത്ര്യമുണ്ട്, ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഉണ്ട്. എന്താ ഫ്രീഡം ഓഫ് മൂവ്മെന്റ്? മൂവ് ചെയ്യാനുള്ള ഫ്രീഡം, ചലിക്കാനുള്ള സ്വാതന്ത്ര്യം ആരും പിടിച്ചു വെക്കൂല എന്നാ പറയുന്നത്, ആണോ? അതാണ് ഫ്രീഡം ഓഫ് മൂവ്മെന്റ് അഥവാ ചലന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്താ? there is distance between particles അല്ലെ, കണികകൾ തമ്മിൽ അവിടെ ഒരു അകലമുണ്ട്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താ മക്കളെ? ഈ പറഞ്ഞ കണികകൾ ഇങ്ങനെ മൂവ് ചെയ്തിരിക്കുകയാണ് അല്ലെ, അവര് തമ്മിൽ ചലിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി മൂന്നാമത്തെ പോയിന്റ്, ഇപ്പൊ ക്ലാസ് റൂമിൽ ഇരുന്നാൽ നമുക്കറിയാം അല്ലെ, നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആളെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, നമ്മുടെ ഫ്രണ്ട് ആയിരിക്കും, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് അവരോടൊരു അട്രാക്ഷൻ തോന്നും, നമുക്ക് അവരോടൊരു ആകർഷണം തോന്നും, ശരിയല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? there is attraction between particles. കണികകൾ തമ്മിൽ ഇങ്ങനെ ഒരു ആകർഷിച്ച് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഷേപ്പിലൊക്കെ ഇരിക്കുന്നത്. ഓക്കെ ആണോ? അപ്പൊ എന്തൊക്കെ പോയിന്റാ നമ്മൾ പഠിച്ചത്? 3 പോയിന്റ് ആണ് അല്ലെ. പാർട്ടിക്കിൾസ് ഹാവ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ തം, കണികകൾ തമ്മിൽ അകലമുണ്ട്. ഇനി മൂവ്സ് കണ്ടിന്യൂസ്ലി, നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെന്താ? ദേ അട്രാക്ട് വൺ അനദർ, കണികകൾ പരസ്പരം
ആകർഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എന്ന് പറയാം. ഇതൊക്കെ ഓരോ പാർട്ടിക്കിൾസിന്റെയും പ്രത്യേകതകളാണ് കേട്ടോ. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസാ. ഇനി മക്കളെ, നമുക്ക് എന്ത് ചെയ്യണം? ഈ പറഞ്ഞ 3 പ്രോപ്പർട്ടീസും സോളിഡ്സിൽ എങ്ങനെയാണ്, ലിക്വിഡ്സിൽ എങ്ങനെയാണ്, ഗ്യാസസിൽ എങ്ങനെയാണ്, ഓക്കെ, ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും വാതകാവസ്ഥയിലുമുള്ള പദാർത്ഥങ്ങൾ എടുത്താൽ ഈ പറഞ്ഞ സ്വഭാവ ഗുണങ്ങൾ, പ്രോപ്പർട്ടീസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? ഈ പടം തന്നെ നിങ്ങളൊന്ന് നോക്കിക്കേ. പടം തന്നെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ആ ഓറഞ്ച് ഉണ്ട എന്ന് പറയുന്ന ഓരോ പാർട്ടിക്കിളാ. ഈ പാർട്ടിക്കിൾസ് ഒക്കെ കൂടി ഇങ്ങനെ ഞെങ്ങി ഞെരുങ്ങി ഇരിക്കുകയാണ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ദർ ഈസ് വെരി സ്മോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്. കണികകൾ തമ്മിൽ ചെറിയ അകലം, നേരിയ അകലം, അല്ലെങ്കിൽ വളരെ അടുത്താണ് ഇരിക്കുന്നത്. മക്കളെ ഇനി നോക്കിക്കേ, നമ്മളിങ്ങനെ അടുത്തടുത്തിരിക്കാം. അടുത്തിരിക്കുന്ന ഒരാളെ, തൊട്ടടുത്തിരിക്കുന്ന ആളെ ഇങ്ങനെ മുറുക്കി പിടിക്കാൻ എളുപ്പമല്ലേ? ഭയങ്കര എളുപ്പമല്ലേ? സോ എന്റെ തൊട്ടടുത്തിരുന്നാൽ എനിക്കിങ്ങനെ മുറുക്കി പിടിക്കാം, ശരിയല്ലേ? അപ്പൊ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറവാണെങ്കിൽ ഈസി ആയിട്ട് അട്രാക്ട് ചെയ്യാം അല്ലേ? അപ്പൊ ആകർഷണ ബലം കൂടുതലാണ്. അപ്പൊ സോളിഡ്സിന്റെ കേസ് എടുത്താൽ അവിടെ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറവാണ് അല്ലെ? കണികകൾ തമ്മിലുള്ള അകലം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ, കണികകൾക്കിടയിലുള്ള ആകർഷണ ബലം എന്ന് പറയുന്നത് വളരെ 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 കൂടുതലാണ്. ഇനി അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നിങ്ങൾ എവിടെയും പോകാതെ ഇങ്ങനെ മുറുക്ക പിടിച്ച് വെച്ചിരിക്കുക കേട്ടോ. സംഭവിക്കില്ല, ഇങ്ങനെ മുറുക്ക പിടിച്ച് വെച്ചിരിക്കുക. മൂവ് ചെയ്യാൻ പറ്റുമോ? ചലിക്കാൻ പറ്റുമോ? അപ്പൊ നമ്മൾ എന്ത് പറയും? അയ്യോടാ, അവന് ചലിക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ല അല്ലെ? അവനൊരു ഫ്രീഡം ഓഫ് മൂവ്മെന്റ് പോലും ഇല്ല, അനങ്ങാൻ പറ്റൂല, ചലന സ്വാതന്ത്ര്യം ഇല്ല, കുറവാണ് അല്ലെ? ഫ്രീഡം ഓഫ് മൂവ്മെന്റ് അല്ലെങ്കിൽ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പൊ സോളിഡ്സിന്റെ കേസ് എടുത്താൽ ദർ ഇസ് ലെസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്, അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് ആർ വെരി ക്ലോസ് ടു ഈച്ച് അതർ. കണികകൾ വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ആകർഷണ ബലം, അട്രാക്റ്റീവ് ഫോഴ്സ് വളരെ കൂടുതലാണ്. അറ്റ് ദ സെയിം ടൈം പിന്നെന്താ നമ്മൾ പറഞ്ഞത്? അവരുടെ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് അഥവാ ചലന സ്വാതന്ത്ര്യം വളരെ കുറവാണ്, അനങ്ങാനൊന്നും പറ്റൂല എന്നാ പറഞ്ഞത്. ഇനി ലിക്വിഡ്സിലേക്ക് വന്നേ. ഈ രണ്ടാമത്തെ പെട്ടി നിങ്ങൾ കാണുന്നുണ്ടോ? അവിടെ പാർട്ടിക്കിൾസ് എങ്ങനെയാ? അടുത്തടുത്താണ്, പക്ഷെ കുറച്ചും കൂടെ ഡിസ്റ്റൻസ് ഉണ്ട്. സോളിഡ്സിനെ വെച്ച് നോക്കുമ്പോ, ഖരപദാർത്ഥങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ ലിക്വിഡ്സ്, ദ്രാവകങ്ങൾ എടുത്താൽ കുറച്ചും കൂടെ പാർട്ടിക്കിൾസ് തമ്മിൽ ഡിസ്റ്റൻസ് ഉണ്ട് അല്ലെ? നേരത്തെ ഇങ്ങനെ തിങ്ങി ഞെരുങ്ങിയായിരുന്നെങ്കിൽ ഇപ്പൊ ഇത്ര കുറച്ച് 100 ഒന്നും ഇരിക്കാൻ പറ്റുന്നുണ്ട് അല്ലെ? അപ്പൊ ദർ ഈസ് മോർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾ ആസ് കമ്പയർഡ് ടു സോളിഡ്സ്. ഖരപദാർത്ഥങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കണികകൾ തമ്മിൽ കുറച്ചും കൂടെ അകലമുണ്ട്, ശരിയല്ലേ മക്കളെ? ഇനി അങ്ങനെ അകലം കൂടിയാൽ, അടുത്തിരുന്നാൽ നമുക്ക് ഈസി ആയിട്ട് മുറുക്കെ പിടിക്കാം അല്ലെ? അകലം കൂടിയാൽ എങ്ങനെ നമ്മൾ ആകർഷിക്കുക? ആകർഷണ ബലം കുറയൂലേ? അപ്പോ ഇവിടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ ബലം കുറഞ്ഞു. ഇനി നേരത്തെ മുറുക്കെ പിടിച്ച് വെച്ചുകൊണ്ടാണ് മൂവ് ചെയ്യാൻ പറ്റാതിരുന്നത്. ഇപ്പൊ കുറച്ചൊന്ന് ലൂസായി, കുറച്ചും കൂടെ ഫ്രീ ആയി. അപ്പൊ എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് മൂവ് ചെയ്യാൻ സാധിക്കും. അപ്പൊ മക്കളെ, ലിക്വിഡ്സ് അഥവാ ദ്രാവകങ്ങളുടെ കേസിലേക്ക് വരുമ്പോൾ സോളിഡ്സുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയുന്നു. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള മൂവ്മെന്റ് കൂടുന്നു, ശരിയല്ലേ? എന്ത് പറയാം? കണികകൾ തമ്മിലുള്ള അകലം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആകർഷണ ബലം കുറയുന്നു. ആകർഷണ ബലം കുറയുന്നത് കൊണ്ട് അവിടെയുള്ള ചലനം, കണികകളുടെ ചലനം എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഗ്യാസസോ, ഒരാള് തെക്കേ അറ്റത്താണെങ്കിൽ മറ്റേ ആള് വടക്കേ അറ്റത്താ അല്ലെ? കണികകൾ തമ്മിൽ വെരി ഫാർ, വളരെ അകന്നകന്നാണ് സ്ഥിതി ചെയ്യുന്നത്, ശരിയല്ലേ? അതേപോലെ തന്നെ നോക്കിക്ക, അങ്ങനെ അകന്നകന്നാണെങ്കിൽ നമ്മൾ എന്ത് പറയും? അമ്മയാലീനോ, അട്രാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, വരൂ. അട്രാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല, ബിക്കോസ് വളരെ ദൂരത്തിലാ. സോ വെരി ലെസ്, വളരെ കുറവാണ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ ബലം എന്ന് പറയുന്നത്. അങ്ങനെ ആകർഷണ ബലം കുറവാണെങ്കിൽ ചിപ്പി ചപ്പ രൂബി ഡാബ എന്ന് പറഞ്ഞ് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കും പാർട്ടിക്കിൾസ് ഒക്കെ അല്ലേ? കാരണം പാർട്ടിക്കിൾസിന്റെ ചലന സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് മൂവ്മെന്റ് എന്ന് പറയുന്നത് വളരെ 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 കൂടുതലായിരിക്കും. കിട്ടിയോ? അപ്പൊ 3 സോളിഡ് സ്റ്റേറ്റും ലിക്വിഡ് സ്റ്റേറ്റും ഗേഷ്യസ് സ്റ്റേറ്റുമാണ് നമ്മൾ പഠിച്ചത്. മക്കളെ, ഇതിലെ
ഏറ്റവും കുറവ് ഫ്രീഡം ഓഫ് മൂവ്മെന്റ് അഥവാ ചലന സ്വാതന്ത്ര്യം കുറവുള്ളത് ഏത് സ്റ്റേജിലാണ്? എവിടെയാ? വെരി ഗുഡ്, സോളിഡ് സ്റ്റേറ്റിൽ, ഖരാവസ്ഥയിലാണ് അല്ലെ. കാരണം അവിടെ കണികകൾ തമ്മിലുള്ള അകലം വളരെ കുറവ്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് അവിടെ വളരെ കുറവാണ്. അതുകൊണ്ട് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടിയത് കൊണ്ട് മൂവ്മെന്റ് കുറയുന്നു. ഇനി ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് എവിടെയാ? ഗേഷ്യസ് സ്റ്റേറ്റിലാണ്, വാതക അവസ്ഥയിലാണ്. അതിന്റെ കാരണം എന്താ? കാരണം കണികകൾ തമ്മിലുള്ള അകലം വളരെ കൂടുതലാ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അല്ലെ. അതുകൊണ്ട് ആകർഷണ ബലം, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻസ് വെരി ലെസ്. ശരിയല്ലേ? സോ ദേ ക്യാൻ മൂവ് ഫ്രീലി. അവർക്ക് അതുകൊണ്ട് ഈസി ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ മിസ്സിന് ഹൈഫൈ തന്നെ. ഹൈഫൈ. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഈ പറഞ്ഞ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, അവസ്ഥാ പരിവർത്തനം നടത്താൻ പറ്റുമോ? അതെന്ത് തേങ്ങയാണ് മിസ്സേ എന്നാണ് നിങ്ങളിപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവുക അല്ലേ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മുടെ ഫ്രിഡ്ജിൽ നിങ്ങൾ വെള്ളം ഐസ് ആകാൻ വെക്കും അല്ലേ. ഈ ഐസിനെ കണ്ടു കഴിഞ്ഞാൽ ഐസ് എന്ന് പറയുന്നത് ഒരു സോളിഡ് ആണ് അല്ലേ, ഒരു ഖരപദാർത്ഥമാണ്. ഇനി ഐസിനെ കൊണ്ടുവന്ന് ഞാൻ പുറത്തു വെച്ചു. ഫ്രിഡ്ജിനുള്ളിൽ നല്ല തണുപ്പാണ്, പുറത്തേക്ക് വരുമ്പോൾ തണുപ്പ് കുറഞ്ഞു, ചൂട് കൂടി അല്ലേ. ഇപ്പൊ ബേസിക്കലി ഞാൻ എന്ത് ചെയ്തു? ഐസിനെ ഒന്ന് ചൂടാക്കി. ഐസിനെ ചൂടാക്കിയാൽ ഐസ് എന്താകും? ഉരുകി പോകും മിസ്സേ അല്ലെ. ഉരുകി പോകും, അത് വെള്ളമായിട്ട് മാറും. വാട്ടർ എന്ന് പറഞ്ഞാൽ ആരാ? ഒരു ലിക്വിഡ് അല്ലേ മക്കളെ, ഒരു ദ്രാവകല്ലേ. ശരി, ഇനി ഇതേ സാധനത്തെ നമ്മൾ വെള്ളം കുടിക്കാനൊക്കെ തിളപ്പിക്കാറുണ്ട് അല്ലെ, ബോയിൽ ചെയ്യാറുണ്ട്. വെള്ളം തിളപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്ക് കാണാൻ പറ്റും, ഇങ്ങനെ കുറെ നീരാവി വേപ്പേഴ്സ് പോകുന്നത് കാണാൻ സാധിക്കും. അതാരാ? അത് ഗ്യാസ് ആണ് അല്ലേ. സോ ഒരേ സാധനം, വെള്ളം എന്ന് പറയുന്നത് ഐസ് ആയിട്ടും കാണും, വെള്ളം ലിക്വിഡ് ആയിട്ടും കാണും, സോളിഡ് ആയിട്ടും കാണും, ലിക്വിഡ് ആയിട്ടും കാണും, ഗ്യാസ് ആയിട്ടും കാണും. ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? ബട്ട് വൈ? എങ്ങനെ സാധിച്ചു? അതാണ് എൻ്റെ ചോദ്യം. എങ്ങനെ സാധിക്കും? പറഞ്ഞു മിടുക്കന്മാർ, എങ്ങനെ സാധിക്കും? വെരി ഗുഡ്. നമ്മൾ ഇവിടെ എന്താ ചെയ്തേ? ഐസിനെ ചൂടാക്കി, വെള്ളത്തെ തിളപ്പിച്ചു. ശരിയല്ലേ? അപ്പൊ ബേസിക്കലി നമുക്ക് എന്ത് ചെയ്യാം? സോളിഡിനെ ലിക്വിഡ് ആക്കാനും ലിക്വിഡിനെ ഗ്യാസ് ആക്കാനും ഒക്കെ സാധിക്കും. ശരിയല്ലേ? ഇനി ഇതേ വെള്ളത്തെ തിരിച്ച് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചാൽ ഐസ് ആക്കാം. അപ്പൊ ലിക്വിഡിനെ തിരിച്ച് സോളിഡ് ആക്കാനും ദ്രാവകങ്ങളെ തിരിച്ച് ഖരമാക്കാനും ഒക്കെ ബേസിക്കലി പറഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാം? ഓരോ സ്റ്റേറ്റുകളെയും ഓരോ അവസ്ഥകളെയും പരസ്പരം മാറ്റാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. മക്കളെ, ഒരു സോളിഡിനെ ഹീറ്റ് ചെയ്താൽ, നമ്മൾ കണ്ടു ഐസിനെ ചൂടാക്കിയാൽ വെള്ളമായി അല്ലെ. അപ്പൊ സോളിഡിനെ ചൂടാക്കിയാൽ അവൻ ആരാകും? വെരി ഗുഡ്, ലിക്വിഡ് ആകും. അല്ലെങ്കിൽ ഖരത്തെ നമ്മൾ ചൂടാക്കിയാൽ അവൻ ദ്രാവകമാകും. ഇനി ഈ ലിക്വിഡിനെ നമ്മൾ വീണ്ടും ഹീറ്റ് ചെയ്യുന്നു, വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും നമ്മൾ ചൂടാക്കുന്നു. എന്താ സംഭവിക്കുക? വീണ്ടും ചൂടാക്കിയാൽ അവർ ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് ബാധകമായിട്ട് മാറുന്നു. ഈ വെള്ളം ഇങ്ങനെ തിളച്ചു വരുമ്പോഴേ നമ്മൾ നീരാവി കാണാറുണ്ട് അല്ലേ. ഇനി അതിൻ്റെ മേലെ നമ്മളൊരു പാത്രം കൊണ്ട് അടച്ചു വെച്ചു. അപ്പം എന്താ സംഭവിക്കുക? ആ പാത്രത്തിൻ്റെ മേലെ നീരാവിയൊക്കെ ഇങ്ങനെ തങ്ങി നിൽക്കും. ഓക്കെ, ഇനി കുറേ നേരം കഴിഞ്ഞാൽ ഈ വെള്ളമൊക്കെ തണുത്ത് കഴിഞ്ഞാൽ അടപ്പിങ്ങനെ പൊക്കുമ്പോൾ വെള്ളം ഒഴുകി വരുന്ന കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നല്ല ചൂടുള്ള ഭക്ഷണം നമ്മൾ അടച്ചു വെച്ച് നമ്മൾ കുറച്ച് കഴിഞ്ഞ് തുറക്കുമ്പോൾ ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്ന കണ്ടിട്ടുണ്ടോ? എന്താ സംഭവം എന്നറിയോ മക്കളെ? ഈ നീരാവി തണുത്ത് ലിക്വിഡായിട്ട് മാറി, വെള്ളമായിട്ട് മാറുന്നതാ. ഓക്കെ, വേപ്പർ കൂൾ ഡൗൺ ചെയ്ത് വാട്ടർ ആയിട്ട് മാറുന്നതാണ് ഇങ്ങനെ ഒഴുകി വരുന്നതായിട്ട് കാണാൻ സാധിക്കുക. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഗ്യാസസിനെ തണുപ്പിച്ചാൽ, ഗ്യാസുകളെ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ അവരെ ലിക്വിഡ് ആക്കാം. ഇതേപോലെ ഈ വെള്ളത്തെ കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ ഐസ് എന്ന് പറഞ്ഞാൽ ആരാ? സോളിഡ് ആണ്. സോ ബേസിക്കലി ലിക്വിഡ്സിനെ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ, തണുപ്പിച്ചാൽ എന്താ സംഭവിക്കുക? ലിക്വിഡ്സിനെ തണുപ്പിക്കുന്നു, നമുക്ക് ഖരത്തെ കിട്ടും. ഓക്കെ, അപ്പൊ സോളിഡിനെ ലിക്വിഡ് ആക്കാൻ ഹീറ്റ് ചെയ്യുന്നു, ലിക്വിഡിനെ ഗ്യാസ് ആക്കാൻ ഹീറ്റ് ചെയ്യുന്നു. ഇനി ഗ്യാസിനെ തിരിച്ച് ലിക്വിഡ് ആക്കാൻ തണുപ്പിക്കുന്നു, ലിക്വിഡിനെ തിരിച്ച് സോളിഡ് ആക്കാനും തണുപ്പിക്കുന്നു. ടെമ്പറേച്ചർ മാറ്റിയാൽ, ബേസിക്കലി ടെമ്പറേച്ചർ മാറ്റിയാൽ അല്ലെങ്കിൽ താപനില മാറ്റിയാൽ അവസ്ഥാ പരിവർത്തനം സാധ്യമാണ്. എഗ്രി ചെയ്യുന്നോ? സമ്മതിച്ചോ? ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്താൽ,
ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് പോസിബിൾ ആണ്. എത്ര പേരാണ് എന്നോട് യോജിക്കുന്നത്? യോജിക്കുന്നവരൊക്കെ കൈപൊക്കിക്കേ. ഞാൻ എന്നോട് യോജിക്കുന്നുണ്ട്. ഞാൻ എന്നോട് യോജിക്കുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ് മക്കളെ. യെസ്, അപ്പൊ നമ്മൾ കണ്ടു ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് അഥവാ അവസ്ഥാ പരിവർത്തനം എന്ന് പറയുന്നത് പോസിബിൾ ആണ് അല്ലെ. എങ്ങനെ പോസിബിൾ ആണ്? ബൈ ചേഞ്ചിങ് ദ ടെമ്പറേച്ചർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം. ഇപ്പോഴൊക്കെ നമ്മൾ കണ്ടില്ലേ, ഇവിടെയൊക്കെ അവസ്ഥാ പരിവർത്തനം നടന്നു അല്ലെ. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഇവിടെയൊക്കെ നടന്നിട്ടുണ്ട്. ഈ ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന് കാരണമായിട്ടുള്ള ഊർജ്ജരൂപം, ഒരു എനർജി, ഒരു ഫോം ഓഫ് എനർജി ഇവിടെ കാരണമായിട്ടുണ്ടല്ലേ. എപ്പോഴാണ് ഈ അവസ്ഥാ പരിവർത്തനം അല്ലെങ്കിൽ ഫിസിക്കൽ സ്റ്റേറ്റുകൾക്ക് എപ്പോഴാണ് ഇവിടെ ചേഞ്ചസ് നടന്നത്? നമ്മൾ ടെമ്പറേച്ചർ മാറ്റിയപ്പോ, താപനില മാറ്റിയപ്പോ. അപ്പൊ ഏത് ഊർജമാണ് മക്കളെ? താപത്തിന്റെ കയ്യിലുള്ള ഊർജം ഏതാ? വെരി ഗുഡ്, ഹീറ്റ് എനർജി. ഓക്കെ, ഹീറ്റ് എനർജി അഥവാ താപോർജം. മനസ്സിലായോ? അപ്പോ ഈ പറഞ്ഞ ഊർജരൂപം, ഈ പറഞ്ഞ അവസ്ഥാ പരിവർത്തനത്തിന് കാരണമായിട്ടുള്ള ഊർജ്ജരൂപം, ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന് കാരണമായിട്ടുള്ള ഊർജ്ജരൂപം എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ സ്വന്തം ഹീറ്റ് എനർജി അഥവാ താപോർജമാണ്. ഇനി എന്താ സംഭവിക്കാന്നറിയോ? സോളിഡ്സ് ആകുമ്പോ പാർട്ടിക്കിൾസ് ഒക്കെ ഇങ്ങനെ അനങ്ങാണ്ടിരിക്കുകയാണ് അല്ലെ. ശരി, ഇങ്ങനെ അനങ്ങാണ്ടിരിക്കുക. മക്കളെ, എനിക്കിങ്ങനെ മൂവ് ചെയ്യണം. എനിക്ക് മൂവ് ചെയ്യണമെങ്കിൽ കുറച്ച് എനർജി വേണ്ടേ? കുറച്ച് എനർജി വേണം. എനിക്ക് മൂവ് ചെയ്യാൻ, എനിക്ക് ചലിക്കാൻ വേണ്ട എനർജിയെ, ഊർജത്തെ എന്താ പറയാ? നിങ്ങൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താ പറയാ? ഇങ്ങനെ മൂവ് ചെയ്യാൻ, എനിക്കിങ്ങനെ മൂവ് ചെയ്യാൻ കുറച്ച് എനർജി വേണോടാ. ആ എനർജിനെ ഞാൻ പറയും എൻ്റെ കൈനെറ്റിക് എനർജി. എന്താ വിളിക്കുക? എൻ്റെ കൈനെറ്റിക് എനർജി അഥവാ എന്താ വിളിക്കുക? ആ ഗതികോർജം എന്ന് വിളിക്കാം. ഗതികോർജം. ഓക്കെ, അപ്പൊ എനിക്കിങ്ങനെ മൂവ് ചെയ്യാനും ഡാൻസ് കളിക്കാനും ഒക്കെ വേണ്ട എനർജി, അതാണ് എൻ്റെ കൈനെറ്റിക് എനർജി. മക്കളെ, നമ്മൾ സോളിഡ്സിലേക്ക് വന്നു. ഖരപദാർത്ഥങ്ങളുടെ കാര്യം പറയാം അല്ലെ. അവരിങ്ങനെ അടുത്തടുത്തിരിക്കുക. പാർട്ടിക്കിൾസ്, അട്രാക്ഷൻ കൂടുതലാ, ആകർഷണ ബലം കൂടുതലാ. ചലിക്കാൻ പറ്റുന്നുണ്ടോ? ചലിക്കാൻ പറ്റുന്നില്ല. ചലിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ എനർജി എങ്ങനെയായിരിക്കും? എനർജി ഭയങ്കര കുറവായിരിക്കും അല്ലെ. അപ്പൊ സോളിഡ് സ്റ്റേറ്റിലേക്ക് വരുമ്പോ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് വളരെ കുറവാ. ഇനി ലിക്വിഡായി. ഈ സോളിഡിനെ ആരാക്കി? നമ്മൾ ലിക്വിഡ്സ് ആയിട്ട് മാറ്റി. ലിക്വിഡ്സ് ആയിട്ട് മാറ്റിയപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാ സംഭവിക്കുക? ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് വന്നു, ദ്രാവക അവസ്ഥയിലേക്ക് വന്നു. നിങ്ങൾ തന്നെ പറഞ്ഞ് പടം നോക്കിയിട്ട് കണികകൾ തമ്മിലുള്ള അകലം കൂടി അല്ലെ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഇൻക്രീസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്താ സംഭവിക്കുക? ആകർഷണ ബലത്തിൽ എന്താ സംഭവിക്കുക? ആകർഷണ ബലം കുറഞ്ഞു അല്ലെ. ആകർഷണ ബലം കുറഞ്ഞാൽ മൂവ്മെന്റിന് എന്താ സംഭവിക്കുക? ചലനം എന്താ സംഭവിക്കുക? കൂടി. മൂവ്മെന്റ് കൂടിയാൽ എനർജിക്ക് എന്താ സംഭവിക്കുക? എനർജി കൂടി. ശരിയല്ലേ? ഊർജം കൂടി എന്ന് പറയാം. ഇനി ഇതേ ലിക്വിഡിനെ നമ്മൾ ഗ്യാസ് ആക്കിയാലോ? ഗ്യാസ് ആക്കുമ്പോ വീണ്ടും ഡിസ്റ്റൻസ് കൂടി, പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടി, കണികകൾ തമ്മിലുള്ള അകലം വല്ലാണ്ട് കൂടി. അപ്പൊ അട്രാക്ഷൻ, ആകർഷണ ബലം കുറഞ്ഞു. ആകർഷണ ബലം കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള മൂവ്മെന്റ് കൂടി. മൂവ്മെന്റ് കൂടിയാൽ എന്റെ ഊർജം കൂടി, എൻ്റെ കൈനെറ്റിക് എനർജി കൂടി എന്ന് പറയാം. ഓക്കെ, സോ ബേസിക്കലി ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടക്കുമ്പോൾ, അവസ്ഥാ പരിവർത്തനം നടക്കുമ്പോൾ അവിടെ എന്തൊക്കെ സംഭവിക്കും? ആകർഷണ ബലം കുറയും അല്ലെ. ആകർഷണ ബലം കുറയും, അട്രാക്റ്റീവ് ഫോഴ്സ് കുറയുന്നു, മൂവ്മെന്റും എനർജിയും ഒക്കെ കൂടുന്നു, ഡിസ്റ്റൻസ് കൂടുന്നു, കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു എന്ന് പറയാം. ഈ ടേബിൾ ഒന്ന് ഫിൽ ചെയ്തേ. എന്തൊക്കെ സംഭവിക്കും? പാർട്ടിക്കിൾസിന്റെ എനർജി ഇൻക്രീസ് ചെയ്യുന്നു. ഇൻക്രീസ് ചെയ്യാനാണ് കേട്ടോ മിസ് ആരോ കാണിക്കുക. ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്, കണികകൾ തമ്മിലുള്ള അകലത്തിന് എന്താ സംഭവിക്കുക? അകലവും കൂടുന്നു. വെരി ഗുഡ്. ഇനി അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്, ആകർഷണ ബലം എന്താ സംഭവിക്കുക? അകന്നു പോയാൽ അട്രാക്ട് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. ആകർഷണ ബലം, അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് അവിടെ കുറയുന്നു. അപ്പൊ മൂവ്മെന്റ് കൂടുന്നു. ബേസിക്കലി ഈ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടക്കുമ്പോൾ അല്ലെങ്കിൽ അവസ്ഥാ പരിവർത്തനം നടക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് കൂടെ എൻ്റെ കുട്ടികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഹൈഫൈ. എത്ര പേര് മിസ്സിന് ഹൈഫൈ തരും? വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ മക്കളെ, ഈ പറഞ്ഞ ഓരോ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എടുത്താലും ഈ ഓരോ ചേഞ്ച് ഓഫ് സ്റ്റേറ്റിനും ഓരോ പേരുണ്ട്. അതുകൂടെ നമുക്ക് പരിചയപ്പെടണം. നോക്കിക്കേ, ഒരു സോളിഡ് ഉരുകി ലിക്വിഡ് ആകുന്നു. സോളിഡ്, ഒരു ഖരപദാർത്ഥം ദ്രാവകമാകുന്നു. അതിനെയാണ് നമ്മൾ
ലിക്വിഫാക്ഷൻ അഥവാ ദ്രവീകരണം എന്ന് വിളിക്കുക. ഇനി ഇതേ ലിക്വിഡിനെ നമ്മൾ വീണ്ടും ഹീറ്റ് ചെയ്താൽ ഗ്യാസ് ആകും അല്ലെ. ദ്രാവകത്തെ ചൂടാക്കിയാൽ വാതകമാകും. അതിനെയാണ് ബാഷ്പീകരണം അഥവാ വേപ്പറൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ഗ്യാസിനെ തണുപ്പിച്ചാൽ ലിക്വിഡ് ആകും. ഗ്യാസ് ലിക്വിഡ് ആയാൽ ഒരു വാതകം തിരിച്ച് ദ്രാവകമായാൽ അതിനെ നമ്മൾ കണ്ടൻസേഷൻ അഥവാ സാന്ദ്രീകരണം എന്നാ വിളിക്കുക. ഇനി ഇതേ ലിക്വിഡ് തണുത്ത് സോളിഡായി ഈ ദ്രാവകം ഖരമായിട്ട് മാറിയാൽ നമ്മൾ ഇതിനെ സോളിഡിഫിക്കേഷൻ അഥവാ ഘനീഭവിക്കൽ എന്ന് പറയും. ഇനി മക്കളെ, വേറെ ചില പദാർത്ഥങ്ങളുണ്ട്. നിങ്ങൾ ഹോട്ടൽസിലൊക്കെ പോകുമ്പോൾ ഒരു പാറ്റാ ഗുളികയുടെ മണം, നാഫ്തലിൻ പാറ്റാ ഗുളിക കേട്ടിട്ടില്ലേ? ഈ പാറ്റാ ഗുളിക എങ്ങനെയാണ് അവിടെ വെറുതെ ഇട്ട് വെച്ചിരിക്കല്ലേ, പിന്നെ എങ്ങനെയാണ് നമുക്ക് മണം കിട്ടാന്നറിയോ? ഈ പാറ്റാ ഗുളികയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. പാറ്റാ ഗുളിക, വെള്ള കളറിലുള്ള ഗുളിക, അത് സോളിഡാണ്, ഖരമാണ്. ഇയാൾക്ക് നേരിട്ട് വാതകമാകാൻ, നേരിട്ട് ഗ്യാസ് ആവാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് ഈ ഗ്യാസ് ആയിട്ട് മാറുന്നതുകൊണ്ടാണ് നമുക്ക് മണം കിട്ടുന്നത്. നമ്മുടെ കർപ്പൂരം കത്തിച്ചു കഴിഞ്ഞാൽ കർപ്പൂരം സോളിഡ് അല്ലേ, വെള്ള കളറിലെ സോളിഡ്, ഖരമാണ് അല്ലെ. ചൂടാക്കിയാൽ നേരിട്ട് അയാൾ വാതകമാകും. അപ്പൊ മക്കളെ, ഒരാളെ ചൂടാക്കിയാൽ, ഒരാളെ ഹീറ്റ് ചെയ്താൽ, ഒരു സോളിഡിനെ, ഒരു ഖരപദാർത്ഥത്തെ ചൂടാക്കിയാൽ അയാളെ നേരിട്ട് ഗ്യാസ് ആവുന്നു, അയാൾ നേരിട്ട് വാതകമാകുന്നതിനെ പറയുന്ന പേരാണ് സബ്ലിമേഷൻ അഥവാ ഉത്പതനം. ഇനി ചില ഗ്യാസുകളെ തണുപ്പിക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് സോളിഡ് ആവാറുണ്ട്. ചില വാതകങ്ങളെ നമ്മൾ തണുപ്പിച്ചാൽ നേരിട്ട് അയാൾ ഖരമാകും. അതിനെയാണ് വീണ്ടും സോളിഡിഫിക്കേഷൻ അഥവാ ഘനീഭവിക്കൽ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ ചാർട്ട് എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എൻ്റെ കുട്ടികൾ അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. 1 മാർക്കിനും 2 മാർക്കിനും മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് നിങ്ങളോട് ചോദിക്കാറുണ്ട്. ക്ലിയർ ആണോ? അപ്പോൾ എന്താണ് ഒരു മാറ്റർ അല്ലെ, എന്തൊക്കെയാണ് മാറ്ററിന്റെ പ്രത്യേകതകൾ? ഇനി ഈ പറഞ്ഞ മാറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിലെ പാർട്ടിക്കിൾസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എങ്ങനെ നമുക്ക് ഈ പറഞ്ഞ സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യാം, അവസ്ഥാ പരിവർത്തനം നടത്താം എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ക്ലിയർ ആണോ എൻ്റെ കുട്ടികൾക്ക്? യെസ്. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോയിൽ നമുക്കിനി ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് വീഡിയോയിലാണ് ഇനി നമ്മൾ പ്യോർ സബ്സ്റ്റൻസും മിക്സേഴ്സും ശുദ്ധപദാർത്ഥങ്ങളെയും മിശ്രിതങ്ങളെ പറ്റി പഠിക്കും. അവരെ വേർതിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഒക്കെ പഠിക്കാം. സോ സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ യോധ ബാച്ചിൻ്റെ കാര്യം എൻ്റെ കുട്ടികൾ ആരും മറക്കരുത്. ഇതിലും അടിപൊളിയായിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ യോധ ബാച്ചിൽ ഉണ്ടാവുക കേട്ടോ. അപ്പം അങ്ങനെ അങ്ങ് പോയാൽ മതിയോ? ഒരു ക്വസ്റ്റ്യൻ വേണ്ടേ? യെസ് മക്കളെ, സബ്ലിമേഷൻ അഥവാ ഉത്പതനം കാണിക്കുന്ന ഒരു സബ്സ്റ്റൻസിന് നിങ്ങൾ എക്സാമ്പിൾ എഴുതണം. ഉത്പതനം അഥവാ സബ്ലിമേഷൻ കാണിക്കുന്ന ഒരു പദാർത്ഥത്തിന്റെ ഉദാഹരണം നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായോ, മിസ് പറയുന്നത് മനസ്സിലായോ, എല്ലാ കാര്യങ്ങളും എൻ്റെ കുട്ടികൾ കമന്റ് ചെയ്യണം. നിങ്ങളുടെ കമന്റ് ആണ് ഓരോ ഫീഡ്ബാക്കും എന്ന് പറയുന്നത്. അതനുസരിച്ചിട്ട് വേണം മിസ്സിന് ഇംപ്രൂവ് ചെയ്യാൻ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, താങ്ക് യു സോ മച്ച്, love you all, bye bye.